പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ കേരളത്തിലെ ചില അവര് മന്ത്രിമാരായിട്ട് അവരവർക്ക് ചെയ്യാനുള്ള ധാരാളം ജോലികളുണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കാസർഗോഡ് അങ്ങേറ്റം മുതൽക്ക് ഇങ്ങേറ്റം കളിയിക്കാവള വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു മിനിറ്റ് വിശ്രമിക്കാൻ സമയം ലഭിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ആ പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് അവർ ചെയ്യുന്ന നന്മകള്, അവർ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അഭിപ്രായങ്ങള്, പത്രമാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും നല്ല രീതിയിൽ അറിവുള്ളവരുടെയും സഹകരണം തേടിയുള്ള പ്രവർത്തനങ്ങള്, ഈ കസേരയിൽ ആരും പെർമനന്റ് അല്ല എന്ന് ഓർമ്മിക്കാനുള്ള പ്രവൃത്തികള്, അതെല്ലാം ചെയ്തുകൊണ്ട് പോയാൽ കേരള ജനത ഏത് വ്യക്തികളെയും നല്ലോണം സ്നേഹിക്കും. കഴിഞ്ഞ മന്ത്രിസഭ ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അഴിമതിയിൽ മുങ്ങി എന്ന് ഉറപ്പുള്ള വിധത്തില് ഓരോ മന്ത്രിമാരും അവരുടെ കൂടെയുള്ളവരും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവരും, സുധീരനെ പോലെയുള്ളവരും, എ കെ ആന്റണിയെ പോലെയുള്ളവരും, കുറേയൊക്കെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരും ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അവര് ജനങ്ങളുടെ മുമ്പിൽ ഏത് ജനങ്ങളാണോ അവരെ അധികാരത്തിലേറ്റിയത് അവര് തന്നെ താഴെ ഇറക്കി. ഇപ്പൊ അതേ ഭാഷ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഉപയോഗിക്കുന്നു. അതിലെ ഒന്നാണ് കൊല്ലാനും ചാവാനും വേണ്ടി അണികളെ വിട്ടുകൊടുക്കുക. മുകളിലിരിക്കുന്നവരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു, മുകളിലിരിക്കുന്നവരും നല്ല രീതിയിൽ ജീവിക്കുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനും ധാർഷ്ട്യത്തോടുകൂടി പലതും പറഞ്ഞ് ഇതൊക്കെ ഞങ്ങളെ കയറ്റിയവരെ ഞങ്ങള് സംരക്ഷിക്കുകയാണെന്നുള്ളത് വരുത്തി തീർക്കാനായിട്ടുള്ള തിന്മ നിറഞ്ഞ, കയ്പ് നിറഞ്ഞ വേണ്ടാത്ത വാക്കുകളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് അമ്പലങ്ങളിൽ RSS ശാഖകൾ നടത്താൻ അനുവദിക്കില്ല, അമ്പലങ്ങളെ ആയുധപ്പുരയാക്കാൻ അനുവദിക്കില്ല. ശരിക്കും ഈ മന്ത്രിമാരുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല ഈ അമ്പലങ്ങൾ, അത് ഹിന്ദുക്കളുടെയാണ്. RSS എന്ന് പറയുന്ന സംഘടനയോട് ഇഷ്ടമില്ലെങ്കിൽ അത് പ്രത്യക്ഷമായിട്ട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞാൽ ജനങ്ങൾ തിന്നുന്നത് ചോറാണ്, മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കാനുള്ള തലയ്ക്കകത്ത് എന്തെങ്കിലും ഇവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. ഈ കേരളത്തില്, ഭാരതത്തിൽ ആയുധവും കൊണ്ട് നടക്കുന്നവൻ നശീകരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള നിയമം കേരളം ഉണ്ടായ കാലം മുതൽക്ക്, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച കാലം മുതൽക്ക് ഉണ്ട്. അപ്പോഴൊന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളെ ആയുധപ്പുരയാക്കിയിട്ടില്ല. 1000-ഓളം ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത്. ആ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതിയുടെ ഭൂരിഭാഗവും RSSകാരാണ്. അതിൽ മാർക്സിസ്റ്റ്വാദിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. അതിനകത്ത് ആയുധം നിറച്ചുവെങ്കിൽ അവരല്ലേ പരിശോധിക്കേണ്ട, അമ്പലത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുതാത്ത വിധത്തിൽ നോക്കുകയും ചെയ്യാം. RSSകാർ എന്താണ് ചെയ്യുന്നത് എന്ന് എതിർക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഒന്ന് ഇറങ്ങി ചെന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ശരിക്കും RSS എന്താണെന്ന് മനസ്സിലാവും. RSSന്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഒന്നും മിനിമമായിട്ട് മനസ്സിലാക്കണം. ഭാരതത്തിലെ രാജ്യസഭയിലെയും ലോകസഭയിലെയും എംപിമാരിൽ 350 എംപിമാര്, 400-ഓളം എംപിമാര് RSSകാരാണ്. BJPക്കാരാണെന്നല്ല, RSSകാരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി RSSന്റെ പ്രചാരകനാണ്, ഫുൾ ടൈം വർക്കറാണ്. ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്ത് RSSന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് RSSന്റെ പ്രചാരകൻ എന്ന പേരിൽ അറിയാൻ അഭിമാനിക്കുന്ന, ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും RSSുമായിട്ട് ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി.
51 രാജ്യങ്ങളിൽ പോയിട്ട് ഭാരതത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഇമേജ് ഉയർത്തി ഭാരതം എന്നുള്ളൊരു രാജ്യമുണ്ട് ലോകത്തില് എന്നറിയിച്ച് തിരിച്ചു വന്ന വ്യക്തി RSSകാരനാണ്. 1100ഓളം MLAമാര് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവര് RSS ശാഖയിൽ പോകുന്നവരാണ്. അവരെല്ലാവരും നിയമത്തിന്റെ മുമ്പിലാണ്. ഏതെങ്കിലും അമ്പലത്തിൽ ആയുധം കുന്നുകൂട്ടുന്നു എങ്കിൽ റെഡ് വോളണ്ടിയർമാരെ അയച്ചിട്ട് അതിനെ തടയണമെങ്കിൽ അപ്പൊ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ വാക്കിന്റെ അർത്ഥം എന്താ? റെഡ് വോളണ്ടിയേഴ്സിന് നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ? വളരെ വ്യക്തമായിട്ട് RSSന്റെ BJPയുടെ നേതാവ് പറഞ്ഞു, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് പറയുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് RSSനെ നിരോധിച്ചിട്ട് ഒരു ചുക്ക് ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല. ജന്മദിനത്തിന് കൊച്ചുകുട്ടികളെ റോട്ടിലൂടെ കുത്തുവാള എടുപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു വിചാരിച്ചിട്ട് ഒരു ചുക്ക് ചുണ്ണാമ്പും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കേരളത്തിൽ മാത്രം 8 രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടുകൂടി നിത്യവും പാര വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പാർട്ടിയിലെ നേതാക്കന്മാർ വിചാരിച്ചാൽ RSSനെ ഇല്ലാതെയാക്കാൻ സാധിക്കാം? അതൊക്കെ മലർപ്പൊടി കച്ചവടക്കാരന്റെ വെറും സ്വപ്നമാണ് എന്നൊരു പ്രയോഗം ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഇല്ലാതെയാക്കാൻ സാധിക്കുമെങ്കിൽ എന്നേ ഇല്ലാതെയാവേണ്ടതല്ല ഇതൊക്കെ. അച്യുതാനന്ദൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പാണ് RSS ഉണ്ടായത്. അച്യുതാനന്ദന് 93 വയസ്സായിയെങ്കിൽ RSSന് 91 വയസ്സായിട്ടുണ്ട് 1925. അന്ന് മുതൽക്ക് ഇന്ന് വരെ സ്പ്ലിറ്റ് ആകാതെ നിലനിൽക്കുന്ന ഒരേ ഒരു സംഘടന RSS ആണ്. CPM എത്രയായിട്ട് സ്പ്ലിറ്റായി? ബംഗാളിലും കേരളത്തിലും ലോകത്തിൽ എല്ലായിടത്തും. കോൺഗ്രസ് എത്രയായിട്ട് സ്പ്ലിറ്റായി? ഓരോ മാതൃഭൂമിയുടെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി എത്രയായിട്ട് സ്പ്ലിറ്റായി? NSSും SNDPയും എത്രയായിട്ട് സ്പ്ലിറ്റായി? ക്രിസ്തു സഭ 1423 സ്പ്ലിറ്റ് ആയിട്ടുണ്ട് യേശു ക്രിസ്തുവിന് കാലത്തിന് ശേഷം. മുസ്ലിങ്ങൾ സ്പ്ലിറ്റ് ആയില്ലേ? ഷിയായും സുന്നിയും അഹമ്മദിയായും ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പേരുകളാ ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. പരസ്പരം കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ജനിച്ച ഒരു മതമായിട്ട് ഇപ്പൊ ലോകത്തിന് മുഴുവനും ഭീഷണിയായിരിക്കുന്ന ഒരു മതമായി തീർന്നതും സ്പ്ലിറ്റ് ആയതുകൊണ്ടല്ലേ? ഒരു പ്രവാചകനല്ലേ ഉള്ളൂ, ഒരു അല്ലാഹു അല്ലേ ഉള്ളൂ, ഒരു ഖുർആനല്ലേ ഉള്ളൂ, ഒരു കാബയല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇത്രയായിട്ട് സ്പ്ലിറ്റ് ആയത്? എന്തേ RSS സ്പ്ലിറ്റ് ആയില്ല? എത്രയോ നേതാക്കന്മാരുണ്ട്. സുദർശൻജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സർസംഘചാലക ആയിരുന്ന കാലത്ത് ജീവിതത്തിന്റെ ലാസ്റ്റ് ആയപ്പോ മാനസികമായിട്ടൊരല്പം അപഭ്രംശം സംഭവിച്ചു. അദ്ദേഹം മുസ്ലിം പള്ളിയിലേക്ക് പോകണമെന്ന് വരെ പറഞ്ഞു. അപ്പോഴും മുസ്ലിം പള്ളിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോവുക ചെയ്തത്. അദ്ദേഹത്തിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പടിയടച്ച് പിണ്ണം വയ്ക്കുകയോ അല്ല ചെയ്തത്. കൂലംകുത്തി എന്ന് പറഞ്ഞോ ഇല്ല, കൃമികളെന്ന് പറഞ്ഞോ ഇല്ല. പക്ഷേ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് മുസ്ലിം പള്ളി കൊണ്ട് RSSന്റെ സർസംഘചാലകനെ മുസ്ലിം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയ ഒരു സംഘടന RSS. നിങ്ങളൊക്കെ വിചാരിച്ച ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ഇതെന്താ കൂണുപോലെ ജനിച്ച സാധനമാണോ? RSSകാരെന്നല്ല, ലോകത്തിലെ ഭാരതത്തിലെ കേരളത്തിലെ ആര് ആയുധ പരിശീലനം നിയമത്തിന് വിധേയമാകാതെ ചെയ്താലും ഒരു മിനിറ്റ് പോലും വൈകാതെ അറസ്റ്റ് ചെയ്യാനും ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താനും നിയമം ഇല്ലേ ഇവിടെ? പിന്നെ റെഡ് വോളണ്ടിയർമാരെ അയച്ചിട്ട് തടയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൊരു പദപ്രയോഗമുണ്ട്, ഇതൊക്കെ വെള്ളരിക്കാൻ പറ്റണമാണോ? ഒരു 5 വർഷം കയറ്റിയിട്ടുണ്ട്, അതിൽ തർക്കമില്ലാത്ത മെജോറിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളെയൊക്കെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇപ്പൊ നടക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒരു നേതാവായിരുന്ന വെട്ടി നിരത്തിയ നേതാവിനെ ശരിക്കും വെട്ടി നിരത്തി. അവിടെ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെ വെട്ടി നിരത്തിയപ്പോഴത്തേക്ക് ഇല്ലാത്ത പ്രോബ്ലമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. 93 വയസ്സായിട്ട് കയ്യും കാലും അനക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഇപ്പോഴും വേണം 24 സ്റ്റാഫ്. എന്തിനാണാവോ? പല്ല് തേക്കാനും നാക്ക് പിടിക്കാനും മുഖം കഴുകാനും ഷേവ് ചെയ്യാനുമാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഭരണപരിഷ്കാരം മന്ത്രിമാരും ബാക്കിയുള്ളവരല്ലേ ചെയ്യേണ്ടത്? എവിടെയോ ഇരുന്നുകൊണ്ട് ഒരു കർണൂരാണോ ചെയ്യേണ്ടത്?
അതുപോലും സോൾവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവര് RSSനെ ഇല്ലാതെയാക്കും, ഉന്മൂലനം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോ ഓർമ്മിക്കണം, മഹത്തായ ഭാരതത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായിരുന്നവര് ചുരുങ്ങി ചുരുങ്ങി ക്ഷയിക്കുന്നുവോ എന്ന് പരമേശ്വർജി എഴുതിയ മാതിരി ത്രിപുരയിലെ ഒരു മനുഷ്യൻ, അവിടെ കുറച്ചു പേരുണ്ട്, ത്രിപുര എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അത്രയേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ 8 പാർട്ടികളുടെ ഭൂരിപക്ഷത്തോടുകൂടി KR ഗൗരിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ ഭരിക്കാൻ ഒരു തരത്തിലും കമ്മ്യൂണിസവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തവരുടെ കൂട്ടത്തിൽ തോളത്തിരുന്നുകൊണ്ട് ഭരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ഞങ്ങളാണ് ഈ ലോകത്തിന്റെ മൊത്തം ഹോൾസെയിൽ കച്ചവടക്കാരെന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം, കമ്മ്യൂണിസത്തിന്റെ ആചാര്യന്മാർക്ക് പറ്റിയത് എന്താണ്? റഷ്യയിലും ചൈനയിലും ഒക്കെ ഉണ്ടായിരുന്ന ഉജ്ജ്വലങ്ങളായ പ്രതിമകളെ ക്രെയിൻ ഉപയോഗിച്ച് എടുത്ത് പൊട്ടിച്ച് അത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടപ്പോൾ പടക്കം പൊട്ടിച്ചവരാ റഷ്യക്കാരും ചൈനക്കാരും ഒക്കെ. കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായ ചൈന അത് ക്യാപിറ്റലിസത്തിന്റെ ഈറ്റില്ലമായിട്ട് ലോകത്തിലെ എല്ലാവരെയും ഞങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിയണം. ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിലെ ചെറിയ ഉറുമ്പിനെ പോലെയുള്ള ചില പാർട്ടികൾ ഭാരതത്തെ മൊത്തം ഞങ്ങൾ വിഴുങ്ങിക്കളയെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോയിട്ട് ഇവിടെ എന്തെങ്കിലും തൂത്തുവാരണമെങ്കിൽ പൈസ വേണമെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയും RSSകാരനാണ്. അങ്ങേരുടെ മുമ്പിൽ ചെന്നിട്ടാ മുട്ടുമടക്കിയിട്ട് കുനിഞ്ഞ് നിൽക്കേണ്ടതെന്ന് കൂടി മറക്കരുത്. അദ്ദേഹം പ്രതികാരവും പ്രതിഷേധവും ഒന്നും ചെയ്യില്ല. അദ്ദേഹം ചെയ്യുന്ന RSSന്റെ ധന്യമായിട്ടുള്ള ആ എല്ലാവരുമായിട്ടുള്ള സഹവർത്തിത്വമേ അദ്ദേഹം ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു കൂവലും ഇവിടെ ഇരുന്നുകൊണ്ട് തെറി പറയലും അവിടെ ചെന്ന് യാചകനെ പോലെ കൈകൂപ്പി നിൽക്കലും ഒക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കണം, നിൽക്കുന്നത് RSSകാരന്റെ മുമ്പിലാണെന്ന്. ഇവിടെ ഇരുന്നുകൊണ്ട് ഒച്ചയെടുത്ത് വല്ലതും പറയാം, ആരുമില്ലാത്തപ്പോ കാട്ടി കയറിയിട്ട് രാജാവിന് കഴുത ചെവിയാണെന്ന് ആരോ വിളിച്ചു പറഞ്ഞു എന്നൊരു കഥയുണ്ട്. അതേമാതിരി വിളിച്ചു പറയാം. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രോജക്റ്റ് തിരസ്കരിച്ചാൽ കോടതിയിൽ പോകാനൊന്നും സാധിക്കില്ല. അത് ഭാരതത്തിലെ ഭരണഘടനയിലുള്ളതാ. അതുകൊണ്ട് ഒച്ചയെടുക്കുമ്പോഴും കൂവുമ്പോഴും വീഴ്ച കൂടുമ്പോഴും തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഈ സംസ്ഥാനത്തെ മൊത്തത്തിൽ കുത്തുവാളയെടുപ്പിച്ച പാർട്ടി എന്ന് പറയാൻ അർഹതയുണ്ടെങ്കിൽ ഒരേ ഒരു പാർട്ടിക്കേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. സർവ്വത് നശിപ്പിക്കാനും അടച്ചു പൂട്ടിക്കാനും തൊഴിലാളികളുടെ അധികാരവും അവകാശവും മാത്രം ഓർമ്മപ്പെടുത്തുകയും അവരുടെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്താതിരിക്കുകയും ചെയ്ത ഈ കേരളത്തിൽ ഇത്രയും വയലുകൾ തരിശുഭൂമിയായി കിടക്കുന്നതിന് ഉത്തരവാദിയും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമാണ്. ഇവിടെ ഇത്രയും 42.5 ലക്ഷം ആസാംകാരും ബംഗാളികാരും തൊഴിലെടുക്കാൻ വന്നു എങ്കിൽ അതിന് ഉത്തരവാദി പാർട്ടി തന്നെയാണ്. 2.5-3 ലക്ഷം പേര് തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കുമ്പോൾ 36 വർഷം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ സംസ്ഥാനത്തിൽ നിന്നാണ് ഇത്രയും പേര് ഇവിടെ തൊഴിലിന് വരുന്നത്. ഇപ്പൊ പാർട്ടിയുടെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് തേങ്ങാക്കൊലകൾ എന്ന് പറഞ്ഞ ആ പാർട്ടി ഭരിച്ച 36 വർഷം ഭരിച്ച 3.5 ദശാബ്ദം ഭരിച്ച ബംഗാളിന്റെ അവസ്ഥയിൽ എന്താ സംഭവിച്ചത്? ആ ബംഗാളികൾ ഇന്ന് കേരളത്തിൽ വന്ന് എച്ചിലില എടുക്കാൻ ഹോട്ടലിൽ പോലും ജോലി എടുക്കേണ്ടി വന്നു. ഇപ്പൊ ധാർഷ്ട്യത്തോടുകൂടി ചിലവരെയൊക്കെ ഇല്ലാതെയാക്കുന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോഴത്തേക്കും ഓർമ്മിക്കണം, നിൽക്കുന്നത് ഓട്ട കപ്പലിലാണ്, ഓട്ട ഉള്ള വഞ്ചിയിലാണ് നിൽക്കുന്നത്. അതല്ലാതെ 5 വർഷത്തേക്ക് കയറ്റിയിട്ടുള്ളൂ. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഭരിച്ച പോലെ ദീർഘകാലം ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ അവിടെ ഇരിക്കാനൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. RSSനെയോ മറ്റാരെയോ കുറിച്ച് വിമർശിക്കുമ്പോൾ, ആരെക്കുറിച്ച് വിമർശിക്കുമ്പോഴും അതൊക്കെ നടക്കട്ടെ. നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, തെറ്റുകളെയും ഈ അഴിമതിയെയും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്ന, സൈലന്റ് ആയിട്ട് കൊണ്ടുവരുന്ന 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരെ ഏൽപ്പിക്കുക ഏതൊക്കെ അമ്പലത്തിലാണ് ആയുധപ്പുരകൾ ഉള്ളതെന്ന്. അവസാനമായിട്ട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 1990കളില് ഈ കേരളത്തിൽ 38,000 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ ഏതാണ്ട് 16,000-17,000 ക്ഷേത്രത്തിലെ വിളക്ക് കത്തിക്കലും പൂജയും ഉണ്ടായിരുന്നുള്ളൂ. 38,000 ക്ഷേത്രത്തിൽ 16,000-17,000 അല്ലെങ്കിൽ 18,000 ക്ഷേത്രങ്ങളിലെ വിളക്ക് കത്തിക്കലും പൂജയും ഉണ്ടായിരുന്നുള്ളൂ. 980 ക്ഷേത്രങ്ങൾ ഗവൺമെന്റിന്റെ കീഴിൽ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. ഇന്ന് 2016 കേരളത്തിൽ 42,000 ക്ഷേത്രങ്ങളുണ്ട്. 42,000 ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും വിളക്ക് കത്തിക്കലും പൂജയുമുണ്ട്.
അതിന് കാരണം RSSകാർ മാത്രമാണ്. അല്ലെങ്കിൽ RSSകാരുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ, ഞാൻ എടുത്തു പറയുന്നു, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ RSSകാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യം കാണിച്ചവരാണ് 42,000 ക്ഷേത്രങ്ങള് വളർത്തി കൊണ്ടുവന്നതും അതിൽ പൂജയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും. RSSകാരെ അടച്ചു പൂട്ടി ജയിലിൽ അടച്ചതിന് ശേഷം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കസേരയ്ക്കകത്ത് ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, പറയുന്ന വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ പറയുന്ന വാക്കുകൾ പറയുന്ന സമയത്ത് അല്പസ്വല്പമൊക്കെ നാണവും മാനവും മര്യാദയും ഒക്കെ ഉണ്ടാവണം. അത് നല്ലതാണ്, ഇനിയും ആ കസേര വേണമെങ്കിൽ എന്നുള്ളത് കൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. കൂട്ടത്തിലുള്ള തൊഴിലാളികളും CITUകളും SFIക്കാരും DYFIക്കാരും കാറ്റത്ത് മരത്തിന്റെ ഉണങ്ങിയ ഇല വീഴുന്ന മാതിരി എല്ലാം വീണ് മറ്റു പാർട്ടിയിലേക്കും BJPയിലേക്കും RSSലേക്കും ചേക്കേറി എന്നുള്ളത് കൂടി മറക്കാതിരിക്കട്ടെ. കണ്ണൂര് സിറ്റിയില് 18,000 വോട്ടാണ് BJPക്ക് കൂടുതൽ RSSലൂടെ കിട്ടിയത്, അല്ലെങ്കിൽ RSSകാർക്ക് കിട്ടിയത്. അത് CPMന്റെ വോട്ടാണ് എന്നുകൂടി മറക്കാതിരിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.